പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. റവയും കുറച്ച് പാലുണ്ടെങ്കിൽ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു 1.25 കപ്പോളം റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറുത്ത റവ വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുത്ത് റവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഒരു 10 മിനിറ്റോളം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. മൂടി വെച്ച് മാറ്റി വയ്ക്കുക. റവയ്ക്കൊന്ന് നന്നായിട്ട് കുതിർന്ന് വരട്ടെ. ഒരു 10 മിനിറ്റിന് ശേഷം റവയ്ക്ക് നല്ലപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിർത്തെടുത്ത റവ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പിനടുത്ത് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പോളം അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായ കൂടെ ചേർത്ത് കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുത്ത് നമുക്കിത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം. അരഞ്ഞു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് പാല് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതാ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം റവ കുതിരാനായിട്ട് എടുത്തിരുന്ന ആ ഒരു ബൗളിലേക്ക് തന്നെ ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 കൈപ്പിടിയോളം ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും ഒരു നുള്ള് അപ്പസോഡ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മാവ് നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റോളൊക്കെ നല്ല പോലെ തന്നെ നമുക്ക് ഈ മാവ് മിക്സ് ചെയ്തെടുക്കണം. മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും മാറ്റി വയ്ക്കുന്നില്ല. അപ്പോൾ കൈ വെച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്താലാണ് നമുക്ക് ഈ മാവ് നല്ല പോലെ തന്നെ സോഫ്റ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ ആ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ മാവിൻ്റെ ഒരു പരിവെന്ന് പറയുന്നത് നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് മുറിഞ്ഞ് മാവ് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ ചുട്ടെടുക്കാം. ഓയിൽ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഈ മാവ് കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, സ്നാക്കൊക്കെ നല്ലപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലൊരു ഉരുണ്ട ഷേപ്പായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വന്ന് കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് കണ്ടില്ലേ, ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് കഴിക്കാൻ. അപ്പോൾ റവയും പാലൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.